നമസ്കാരം. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് കടുവയുടെ ആക്രമണത്തിൽ മരിച്ചത്. വനംവകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് മരിച്ച രാധ. മാനന്തവാടി ടൗണിനടുത്തുള്ള പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം ഇന്ന് രാവിലെ 8:30-യോടെയാണ് സംഭവം. ഇവരുടെ തലയുടെ പിൻഭാഗം ഭക്ഷിച്ച നിലയിലാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. കാടിനുള്ളിൽ നിന്നും മൃതദേഹം പുറത്തെത്തിച്ചെങ്കിലും സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. മാനന്തവാടി പോലീസിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. വന്യജീവി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ വനം വകുപ്പിനെതിരെ പ്രതിഷേധിക്കുകയാണ്. മന്ത്രി OR കേളു സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെയും ജനരോഷമുയർന്നു. ജനങ്ങളെ പണിപ്പെട്ടാണ് നിയന്ത്രിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. അതേസമയം കടുവയെ വെടിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇത്രയും വേഗം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്ന തണ്ടർബോൾട്ട് സംഘമാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാധയെ കടുവ ആക്രമിച്ച ശേഷം വലിച്ചഴിച്ചുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. 10 ദിവസം മുമ്പ് പുൽപ്പള്ളിയിൽ കടുവയെ പിടികൂടിയിരുന്നു. വയനാട്ടിൽ പലയിടത്തും കടുവയുടെ സാന്നിധ്യമുണ്ട്. പല പ്രദേശങ്ങളിലും കടുവയുടെ ആക്രമണം വർദ്ധിച്ചിട്ടുമുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 8 പേരാണ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വർഷം ആദ്യമായാണ് വയനാട്ടിൽ വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നത്. സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. സംഭവത്തിൽ കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആദ്യഘട്ടമെന്ന നിലയിൽ മയക്കൊടി വെച്ചോ കൂടുവെച്ചോ പിടികൂടുന്നതിന് ശ്രമിക്കാവുന്നതാണ്. ഈ സാധ്യതകൾ ഇല്ലാത്ത പക്ഷം കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കുന്നതാണ്. അതുവരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മ സേനയെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കർണാടകത്തിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും കടുവ, കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിലേക്ക് കടന്നു വരാവുന്ന സാധ്യത പരിഗണിച്ച് ആ മേഖലകളിൽ പെട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു.